ഇവിടുത്തെ ലോക്കൽ മാർക്കറ്റിലെത്തി. ഇവിടെ ഒത്തിരി സോവിനിയേഴ്സും അതുപോലെ ഡ്രസ്സ് അങ്ങനെ കുറേ സാധനങ്ങളുണ്ട് ഈ മാർക്കറ്റിൽ. ഇത് ഒത്തിരി പഴയൊരു മാർക്കറ്റാണ് ഇവിടെ. അപ്പോൾ ഇവിടെ എല്ലാവരും കൂടി വന്നേക്കാണ് പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അവിടുത്തെ പിക്ചേഴ്സും വീഡിയോസൊക്കെ നിങ്ങളെ കാണിച്ചു തരുന്നത്. ഞങ്ങൾക്ക് വെറും 45 മിനിറ്റ്സ് ആണ് ഇവിടെ ഓൾഡ് മാർക്കറ്റിൽ പർച്ചേസ് ചെയ്യാൻ കിട്ടിയ സമയം. അതൊന്നും തികയത്തില്ല, കാരണം അത്രയ്ക്കും ഉണ്ട്. ഏകദേശം 2-3 ദിവസമെങ്കിലും കവർ ചെയ്യാനുള്ള അത്രയും ഷോപ്സ് ഉണ്ട് ഇവിടെ. ഞങ്ങൾ മാക്സിമം സാധനങ്ങൾ ഓടി നടന്ന് പർച്ചേസ് ചെയ്തു. കുറേ സൊവിനിയേഴ്സും അതുപോലെ തന്നെ പല ഐറ്റംസും. ഈവൻ തോ ഗോൾഡ് ഷോപ്പും ഇവിടെ അവൈലബിൾ ആണ്. ഹലോ, അപ്പോൾ ഞങ്ങളിതാ നൈൽ ക്രൂസിൻ്റെ അവിടെ എത്തി. ഞങ്ങളപ്പോൾ ബോട്ടിങ്ങിന് പോകാൻ പോവാണ്. ഏകദേശം 2 hours ആണ് അവർ പറഞ്ഞേക്കുന്നത് കേട്ടോ. സെയിം ലൈക്ക് നമ്മളുടെ ദുബായിലില്ലേ ഡൗ ക്രൂയിസ് അതാന്ന് തോന്നുന്നു. ഇപ്പം എന്തായാലും നോക്കാം. നല്ല തിരക്കുണ്ട്. ഈ വീക്കെൻഡ് ആയതുകൊണ്ടായിരിക്കും. സാറൊന്നും വാങ്ങിയില്ല ഇവിടുന്ന്? ഞങ്ങളെല്ലാവരും ഡൗ ക്രൂസിലേക്ക് എൻ്റർ ചെയ്യാൻ പോവാട്ടോ. സോ അവിടുത്തെ തിരക്കിൻ്റെ വ്യൂസാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞങ്ങളെല്ലാവരും ഓരോ ബാച്ചായിട്ട് ഞങ്ങൾ ഇരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഗൈഡ് അവിടെ നിന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ ഡൗ ക്രൂയിസിൽ നല്ലൊരു മ്യൂസിക് പ്രോഗ്രാം ഉണ്ട്. ഡിന്നറൊക്കെ കഴിഞ്ഞ് അവിടെ ബെല്ലി ഡാൻസും തനൂറ ഡാൻസൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ആസ്വദിച്ച് ഞങ്ങൾ അപ്സ്റ്റെയറിലേക്ക് പോയി ഔട്ട്സൈഡ് വ്യൂ കാണാനായിട്ട്. ഒത്തിരി നൈറ്റ് ആയതുകൊണ്ട് കാഴ്ചകളൊന്നും ആസ്വദിക്കാൻ പറ്റിയില്ല. Like if we travel a mountain, we will not take breakfast in the hotel. Sometimes 6:30 they will pick up us.
ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ സമയമായി. ഡവ് ക്രൂസിൻ്റെ ഓവറോൾ എക്സ്പീരിയൻസ് 2 മണിക്കൂർ വേണ്ടിയിരുന്നില്ല എന്ന് തോന്നിപ്പോയി. ഈജിപ്തിൽ ആരെങ്കിലും ട്രാവൽ ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നവരാണെങ്കിൽ ഡവ് ക്രൂസിൻ്റെ പ്രോഗ്രാം ക്യാൻസൽ ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്.